തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാളുകളായി നാം തുടർമാനമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ജീവിതത്തിൽ പലവിധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തവരാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ നിന്ന് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിലേക്ക് നോക്കി പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ് ഞാനെന്ന്. ഞാൻ ഏറ്റവും ചെറിയവനാണെന്ന്. ഒരു കാലത്ത് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരെക്കാൾ ഒട്ടും കുറവുള്ളവനല്ല എന്ന്. 2 കൊരിന്ത്യർ 12:11. ഞാൻ മൂഢനായിപ്പോയി. നിങ്ങളെന്നെ നിർബന്ധിച്ചു. നിങ്ങളെന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലൻ ഒരു കാലത്ത് പറഞ്ഞത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല, ഞാൻ കുറവില്ലാത്തവനാണ്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് അതിനോട് ചേർന്നുള്ള ഭക്തിയും വിശുദ്ധിയും എല്ലാം ഉണ്ടെന്ന് ഒരു കാലത്ത് ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നാം വായിച്ചു കേട്ടു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ് ഞാനെന്ന്. ഏറ്റവും ചെറിയവനായ എനിക്ക് എന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ഒരു കാലത്ത് പറഞ്ഞു, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോടും ദൈവ ശുശ്രൂഷയോടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനോടും അടുത്തടുത്ത് വരുന്തോറും അപ്പോസ്തലന് മനസ്സിലായി, ഞാൻ കുറവുള്ളവനല്ല എന്ന് പറഞ്ഞുവെങ്കിലും ഇന്ന് ഞാൻ കുറവുള്ളവനാണെന്ന്, ഞാൻ ഏതുമില്ല എന്ന്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഞാൻ ആയിരിക്കുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയും കരുണയും ദാനവുമാണ്, ഒന്നും എൻ്റെ യോഗ്യതയല്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവസഭയെ ഉപദ്രവിച്ച് ദൈവവേലയ്ക്ക് വിരോധമായി ജീവിച്ച ഒരു കാലമുണ്ട്. എന്നാൽ ഇന്ന് അപ്പോസ്തലൻ പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആത്മീയ ജീവിതം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ പലർക്കും തോന്നാം, ഞാൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, എൻ്റെ എന്തൊക്കെയോ നന്മകൾ കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ചത് എന്നെല്ലാം. എന്നാൽ ആത്മീയ ജീവിതത്തിൽ വളരും തോറും മനുഷ്യൻ തന്നെത്താൻ തിരിച്ചറിയുകയാണ്, ഞാൻ ഏതുമില്ല, ഞാൻ ഇതിനൊന്നും യോഗ്യതയുള്ളവനല്ല, ഞാൻ ഇതിനൊന്നും അർഹതയുള്ളവനല്ല എന്ന്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഓരോ ദിവസം കഴിയും തോറും ആത്മീയ ശുശ്രൂഷയിൽ മുന്നേറും തോറും അപ്പോസ്തലന് താഴ്മയും എളിമയും തന്നെത്താനുള്ള വിനയവും കൂടിക്കൂടി വന്നു. ദൈവത്തോട് അടുക്കും തോറും ഞാൻ ആരാണെന്നും എൻ്റെ യഥാർത്ഥമായ അവസ്ഥ എന്തായിരുന്നുവെന്നും എവിടെ നിന്നാണ് എന്നെ ദൈവം വിളിച്ചതെന്നും ഞാൻ എത്രയോ നിസ്സാരനാണെന്നുമുള്ള ആ ഒരു എളിമ, ആ ഒരു താഴ്മയ്ക്ക് നാം എതിരോട് പറയുകയാണെങ്കിൽ നിഗളമാണ്, ഉന്നത ഭാവമാണ്. താഴ്മ അല്ലെങ്കിൽ അതിനെതിരായി ഉന്നത ഭാവം, നിഗളം. പ്രിയപ്പെട്ടവരെ, താഴ്മയുള്ളവരെ തിരുവചനത്തിൽ നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മുതൽ കാണുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൽ എളിമയും താഴ്മയും. യാക്കോബ് പിതാവിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവിടെ യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ ഏതുമില്ല എന്ന്, അല്ലെങ്കിൽ എനിക്ക് എന്തുള്ളൂ എന്ന്. ദൈവത്തിന് സ്തോത്രം. വായിച്ചേക്കാം. അടിയനോട് കാണിച്ചിരിക്കുന്ന സകലതയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. യാക്കോബ് പറയുകയാണ്, ഞാൻ ഇതിനൊന്നും യോഗ്യതയുള്ളവനല്ല. ദൈവമേ, നീ എന്നോട് കാണിച്ചിരിക്കുന്ന വിശ്വസ്തതയ്ക്ക്, നീ എന്നെ നടത്തിയ വഴികൾക്ക്, നീ എന്നെ കാത്തു പരിപാലിച്ച ഈ വഴികൾക്കെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അപാത്രമാണ്, ഞാൻ യോഗ്യതയുള്ളവനല്ല, ഞാൻ ഇതിനൊന്നും അർഹതയുള്ളവനല്ല എന്ന്. വായിക്കാം.
ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് പറയുകയാണ് 20 കൊല്ലം മുമ്പ് അപ്പൻ്റെ മുമ്പിൽ വഞ്ചന പറഞ്ഞ് ഏശാവിനെ സഹോദരനെ ഭയന്ന്, പ്രിയപ്പെട്ടവരെ, മരണ ഭയത്തോടെ ആ യോർദാൻ കടന്നു പോകുന്ന ഒരു കാലമുണ്ട്. എന്നാൽ 20 വർഷത്തിന് ശേഷം ഇന്ന് യാക്കോബ് പറയുകയാണ്, അന്ന് ഞാൻ വെറും ഒരു വടിയോടുകൂടെ, ഭയപ്പാടോടുകൂടെ, നിരാശയോടുകൂടെ, നാളെ എന്താകുമെന്നുള്ള, നാളെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നുള്ള, എൻ്റെ ഭാവി എന്താകും, ഏശാവ് എന്നെ പിന്തുടർന്ന് കൊല്ലുമോ എന്നുള്ള ആ മരണഭയത്തോടെ, ഒന്നുമില്ലാത്ത വെറും കൈയോടെ യോർദാൻ കടന്നവനാണ്. ഇന്ന് യാക്കോബ് പറയുകയാണ്, ഇന്ന് എന്നോട് ദൈവമേ നീ ചെയ്തിരിക്കുന്ന ഈ വിശ്വസ്തതയ്ക്കെല്ലാം ഞാൻ അപാത്രമത്രേ എന്ന്. ഞാൻ ഒരിക്കലും ഒരു വടിയോടുകൂടെ മാത്രം ഈ യോർദാൻ കടന്നതാണ്, എന്നാൽ ഇന്ന് 2 കൂട്ടമായി പിരിഞ്ഞിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, യാക്കോബ് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി പറയുകയാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ വഴി നടത്തി, ഈ 20 കൊല്ലക്കാലം ദൈവം എന്നോട് കൂടെ ഇരുന്നു. ഞാൻ അമ്മാച്ചനായ ലാബാന്റെ വീട്ടിൽ പാർക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം എന്നെ നടത്തി, എന്നെ ലോകപ്രകാരവും അനുഗ്രഹിച്ചു. ഇന്ന് നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, ദൈവമേ, ഇതിനൊക്കെ ഞാൻ അപാത്രമത്രേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ദിവസങ്ങൾ കഴിയുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ബോധ്യമുണ്ടോ? ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എനിക്ക് തന്നതെല്ലാം, ദൈവമാണ് എനിക്ക് ഈ ഭൂമിയിൽ ഈ ആയുസ്സും ആരോഗ്യവും ഈ ജീവിത സാഹചര്യങ്ങളും എല്ലാം തന്നതെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവനെ, മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണ് ദൈവം നടത്തുന്ന വഴികൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നതായതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ, നാം ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, യാക്കോബ് പിതാവ് പറഞ്ഞു, ഇതിനൊക്കെ ഞാൻ അപാത്രമത്രേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം തിരിഞ്ഞു നോക്കുമ്പോൾ ശൗൽ രാജാവിൻ്റെ ജീവിതത്തിലും ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലും ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തിലും എല്ലാം കാണുന്ന ഒന്നാണ്, എൻ്റെ കുലം എന്തുള്ളൂ, എൻ്റെ പിതാക്കന്മാർ എന്തുള്ളൂ, എനിക്കിതിനൊന്നും യോഗ്യതയില്ലല്ലോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ശലോമോൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദാവീദിൻ്റെ മകനായ ശലോമോൻ പറയുകയാണ്, എൻ്റെ അപ്പനായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു, എന്നാൽ ദൈവമേ, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് വേണ്ടതുപോലെ ഈ ജനത്തെ ഭരിക്കാനുള്ള ജ്ഞാനവും പരിജ്ഞാനവുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, തിരുവചനം നാം പഠിക്കുമ്പോൾ ആരെല്ലാം ദൈവത്തോട് അടുത്തിട്ടുണ്ടോ അവരെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി, ഞാൻ യോഗ്യനല്ല, ഞാൻ ഇതിനൊന്നും അർഹനല്ല എന്നുള്ള ആ ഉൾബോധ്യം അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിരാശനായ ആ ഒന്നും ലഭിക്കാത്ത പടകിലിരുന്ന ശീമോൻ്റെ പടകിലേക്ക് യേശു കയറി ചെന്നു. പ്രിയപ്പെട്ടവരെ, യേശു ശീമോനെ അനുഗ്രഹിച്ച് പടക് നിറയെ മീൻ കിട്ടുമ്പോൾ ശീമോൻ യേശുവിൻ്റെ കാൽപാദത്തിൽ വീണ് അവൻ യാചിക്കുകയാണ്, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണമെന്ന്. ദൈവമക്കളെ, ലോകപ്രകാരമുള്ള അനുഗ്രഹം കിട്ടിയപ്പോൾ, പടക് നിറയെ മീൻ കിട്ടിയപ്പോൾ ശീമോന് മനസ്സിലായി, ഇതൊരു സാധാരണക്കാരനല്ല എൻ്റെ പടകിൽ കയറി നിൽക്കുന്നത് എന്ന്. ശീമോൻ തന്നെത്താൻ ഏറ്റുപറഞ്ഞു, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണമേ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. 131-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 131-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശീമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു എളിമ വന്നു, അല്ലെങ്കിൽ ഞാൻ പാപിയാണെന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് ലഭിച്ചു. ദൈവത്തോട് നാം അടുക്കും തോറും മനുഷ്യന് ലഭിക്കേണ്ട വലിയൊരു കാഴ്ചപ്പാട് അതാണ്, ഞാൻ ഏതുമില്ലല്ലോ എന്ന്, ഞാൻ ഇതിനൊന്നും അർഹതയുള്ളവനല്ലോ എന്ന്, എൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയുള്ളതായിരുന്നു എന്ന്, ഞാൻ എങ്ങനെ ജീവിച്ചവനായിരുന്നു എന്ന്, ദൈവമേ നീ എന്നെ എവിടെ നിന്നാണ് വിളിച്ചതെന്ന്. കർത്താവേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നന്മകൾക്കും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സമാധാനത്തിനും ഇന്ന് അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന ഈ പ്രത്യാശയ്ക്കും, എൻ്റെ കർത്താവെ, ആത്മാവിൻ്റെ ധൈര്യവും, എൻ്റെ കർത്താവെ, നിൻ്റെ തിരുരക്തത്താലുള്ള മുദ്രയും അനുഭവിപ്പാൻ ഞാൻ യോഗ്യതയുള്ളവനല്ലല്ലോ, എനിക്കൊരു അർഹതയുമില്ലോ എന്നുള്ള ആ എളിമയാണ് ദൈവമക്കളെ നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടത്. വായിക്കാം. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും
ഞാൻ ഇടപെടുന്നതുമില്ല. എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിലും വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിക്ക് എത്താത്തതാണ് ദൈവത്തിൻ്റെ വഴികൾ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണ് ദൈവത്തിൻ്റെ ആലോചനകൾ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴികൾ അതൊരു മനുഷ്യനും അറിഞ്ഞുകൂടാ. അത് മറഞ്ഞിരിക്കുന്ന രഹസ്യമാണ്. എന്നാൽ നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത കാര്യങ്ങളിൽ നാം ഇടപെടാതെ, പ്രിയപ്പെട്ടവരെ, നാം അതിലൊന്നും ഇടപെട്ട് നമ്മുടെ ഹൃദയം വഷളായി പോകാതെ, നമ്മുടെ ഹൃദയം ഗർവിച്ചു പോകാതെ, ഉന്നത ഭാവത്തോടെ നടക്കാതെ നമ്മെ തന്നെ താഴ്ത്തി, ദൈവമേ, ഇതൊന്നും ഗ്രഹിക്കുവാനുള്ള ജ്ഞാനമോ ബുദ്ധിയോ എൻ്റെ കർത്താവേ അതിനുള്ള പരിജ്ഞാനമോ എനിക്കില്ല എന്നുള്ള ആ ഒരു എളിമയാണ് നമുക്ക് വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്? മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ദൈവം എന്താണ് മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. എന്താകുന്നു? താഴ്മയോടെ നടപ്പാനല്ലാതെ ന്യായതൽപരനായി ദയാതൽപരനായി. പ്രിയപ്പെട്ടവരെ, താഴ്മയോടെ ദൈവസനയിൽ നടക്കണമെന്നല്ലാതെ എന്താകുന്നു ദൈവം മനുഷ്യനോട് ചോദിക്കുന്നത്? ദൈവമക്കളെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്: നമ്മുടെ ഒന്നുമില്ലായ്മ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പാപാവസ്ഥകൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ നടക്കണം. നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കണം താഴ്മയോടെ. അതുമാത്രമാണ് ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, താഴ്മയുണ്ടോ? നമുക്ക് താഴാൻ കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പറയും, മുമ്പേ ഞാൻ ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു, അഹങ്കാരിയായിരുന്നു, ആർക്കും കീഴ്പ്പെടാത്ത ആളത്വമുള്ളവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ദൈവത്തിൻ്റെ സ്നേഹം അപ്പോസ്തലനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും രൂപാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ എളിമയോടെ, നാം എത്രയോ കാലങ്ങളായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, എത്രയോ കാലങ്ങളായി നാം കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേക ദൈവദാസന്മാരുടെ നാവിലൂടെ മാറ്റമില്ലാത്ത സ്വർഗത്തിൻ്റെ ആലോചനകൾ നാം നിരന്തരം കേൾക്കുന്നവരാണ്. ജീവിതത്തിൽ നാം പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പല സമർപ്പണങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യൗവനക്കാരെ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ഇന്നെനിക്കെന്ത് മാറ്റം വന്നു? ഈ വചനം കേട്ടതുകൊണ്ട്, ഞാൻ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് എനിക്കൊരു രൂപാന്തരം വന്നിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പുറമേയുള്ളതല്ല, എൻ്റെ ഹൃദയം മാറിയോ? എൻ്റെ സ്വഭാവം മാറിയോ? എൻ്റെ ആളത്വം മാറിയോ? മറ്റുള്ളവരോടുള്ള എൻ്റെ മനോഭാവം മാറിയോ? ഇതെല്ലാം നാം തന്നെത്താൻ ശോധന ചെയ്യണം ദൈവമക്കളെ. ആർക്കും നമ്മെ തിരുത്താൻ കഴിഞ്ഞില്ല എന്ന് എന്നാൽ അവനവൻ തന്നെത്താൻ നമ്മുടെ സ്വഭാവം കണ്ടെത്തി, നമ്മുടെ കുറവുകൾ കണ്ടെത്തി, ദൈവസന്നിധിയിൽ എളിമയോടെ നമ്മെ തന്നെ താഴ്ത്തി ദിനംതോറും പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ഒരു വിശുദ്ധനാക്കണമേ, ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിപ്പാൻ നിന്റെ കൃപ എനിക്ക് തരണമേ കർത്താവേ. ഈ അന്ത്യകാല തലമുറയിൽ അവിടുത്തെ വചനം കേട്ട് പുറപ്പെട്ട എനിക്ക് കർത്താവെ സ്വർഗീയ കനാലിലെത്തുവാനുള്ള ആ കൃപയും ഭാഗ്യവും തന്ന് നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദിനംതോറും എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അനേകർ ചിന്തിച്ചിരിക്കുന്നത്, ഒന്ന് സമർപ്പിച്ചു, കൂട്ടായ്മയോട് ചേർന്ന് പല വേലകളുണ്ട്, പ്രിയപ്പെട്ടവരെ, പുറമേ ചില മാറ്റങ്ങളൊക്കെ വന്നു, എന്നാൽ അതുകൊണ്ടെല്ലാം ആയി എന്നാണ്. ഒരിക്കലുമില്ല സഹോദര. നിന്റെ ഹൃദയം മാറണം, നിന്റെ ആളത്വം മാറണം. ദിവസം കഴിയുന്തോറും പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് നീ ആരാണെന്നുള്ള ആ ഉൾബോധ്യം നിനക്ക് ലഭിക്കണം. ദൈവമക്കളെ, അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ദാഹമുണ്ടോ? നമുക്കതിനുള്ള ആഗ്രഹമുണ്ടോ? അത് എത്രമാത്രമുണ്ട്? പ്രിയപ്പെട്ടവരെ, അതിനുള്ളൊരു സമർപ്പണം നാം ദിനംതോറും
ദിനംതോറും എടുക്കുന്നുണ്ടോ, അത് ഒരിക്കലും ഒരു സമർപ്പണം എടുത്തു കൂട്ടായ്മയോട് ചേർന്ന് നടക്കുന്നു എന്നുള്ള ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നാം ദിനംതോറും ഓരോ നാഴിക തോറും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന വേണം. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്. ദൈവമക്കളെ, നാം എവിടെ എത്താനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? വിശുദ്ധന്മാരുടെ നിരയിൽ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച, യേശുക്രിസ്തുവിന് വേണ്ടി ലോകം വെറുത്ത, യേശുക്രിസ്തുവിന് വേണ്ടി ഈ ലോകം യോഗ്യമല്ല എന്ന് തീരുമാനമെടുത്ത ആ വിശുദ്ധന്മാരുടെ നിരയിലേക്കാണ് നാം ചെന്നു പറ്റാനുള്ളത്. അതിനുള്ളതായ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ നിസ്സാരനായി എനിക്ക് ബോധ്യം വന്നൊരു കാര്യമാണ്, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രൂപാന്തരം തരാൻ പരിശുദ്ധാത്മാവിന് കഴിയുകയുള്ളൂ. നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായ രൂപാന്തരം വരികയുള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ജ്ഞാനമുണ്ടെങ്കിലും, എന്തെല്ലാം ശുശ്രൂഷ നാം ചെയ്താലും, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും, ഈ ഭൂമിയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെട്ടില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ഹൃദയമായി നാം രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നിത്യതയുടെ തീരത്തെത്താൻ കഴിയുകയില്ല. വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കാൻ കഴിയുകയില്ല. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നാം നിരാശയോടെ കടന്നു പോകും. നമ്മുടെ മരണക്കിടക്ക നിരാശയുടെ മരണക്കിടക്കയായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ, കർത്താവേ, എൻ്റെ മരണക്കിടക്ക ഒരു സ്വസ്ഥതയുടെ മരണക്കിടക്കയാക്കി തരണമേ എന്ന്? എൻ്റെ അരികിൽ വരുന്നവർക്ക് പ്രത്യാശയുടെ വചനം പറയുവാൻ, എൻ്റെ അരികിൽ വരുന്നവർക്ക് ഞാൻ നിത്യതയിൽ യേശുവിൻ്റെ അരികിലേക്ക് പോകുന്നു എന്ന് പറയാൻ തക്കവണ്ണം കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന്. മരണഭയം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ എന്ന്. ഈ ലോകത്തോടുള്ള പറ്റുമാനം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ദിനംതോറും നിരന്തരം നാം പ്രാർത്ഥിക്കണം. എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ ആഴങ്ങളിലേക്ക് നടത്തണമേ. കർത്താവേ, നീ കുരിശിൽ എനിക്ക് വേണ്ടി ഏറ്റ ആ ത്യാഗമരണത്തിൻ്റെ, ആ പ്രാതിനിധ്യ മരണത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ, ആ ആഴം ഗ്രഹിച്ച് നിന്നെ സ്നേഹിക്കാൻ അതിനുള്ളൊരു കൃപ എനിക്ക് തരണമേ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യുവാനല്ല വന്നത്, ഞാൻ ശുശ്രൂഷിപ്പാനാണ് വന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, മറ്റുള്ളവരിൽ നിന്ന് ശുശ്രൂഷ ഏറ്റുവാങ്ങുവാനും ആഗ്രഹമുള്ളതാണെന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യാനാണ് വന്നതെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാല് കഴുകിയെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കാല് കഴുകുന്ന ശുശ്രൂഷ ചെയ്യുവാനുള്ള എളിമയും താഴ്മയും നമുക്ക് വന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നാം ഇതെല്ലാം കേട്ടതുകൊണ്ടോ, നാളുകൾ കൂട്ടായ്മയിൽ വന്നതുകൊണ്ടോ, ഇന്ന കൂട്ടായ്മയിലാണെന്ന് പറഞ്ഞതുകൊണ്ടോ നാം ദൈവരാജ്യത്തിൽ എത്തുമെന്ന് പ്രിയപ്പെട്ടവരെ നാം മൂഢതയിലൂടെ മുന്നോട്ട് പോകരുത്. ദൈവരാജ്യം ഏതെങ്കിലും സഭയ്ക്കുള്ളതോ, ഏതെങ്കിലും കൂട്ടായ്മക്കാർക്കുള്ളതോ, ഏതെങ്കിലും ദൈവദാസന്റെ കൈക്കീഴ് വചനം പഠിക്കുന്നവർക്കോ ഒന്നുമുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം വിശുദ്ധന്മാർക്കുള്ളതാണ്. ദൈവരാജ്യം യേശുക്രിസ്തുവാകുന്ന ആ ഏകമധ്യസ്ഥന്റെ ആ തിരുരക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് നിത്യതയിലേക്ക് കടന്നു പോകുന്നതാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് പ്രിയപ്പെട്ടവരെ തിരുവചനം അസന്നിഗ്ധമായി നമ്മെ ഓർപ്പിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒരേ ഒരു വ്യക്തിയാണ് രക്ഷകൻ. ഒരേ ഒരു വ്യക്തിയിൽ നിന്നാണ് രക്ഷ നമുക്ക് ഒഴുകി വരുന്നത്. മറ്റൊരുത്തനുമില്ല. മറ്റാരെയും ഈ ഭൂമിയിൽ ആക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം മാനവരാശിയുടെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അയച്ചത് യേശുക്രിസ്തു എന്ന അരുമകുമാരനെയാണ്. മറ്റാർക്കും അധികാരം കൊടുത്തിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ദിനംതോറും യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് നമ്മുടെ കുറവുകൾ കണ്ടെത്തണം. നമ്മുടെ കുറവ് നാം കാണാറുണ്ടോ? നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാറുണ്ടോ? എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഹൃദയം നിങ്ങൾ കുറ്റം വിധിക്കുന്നുണ്ടോ? ഈ വചനം കേട്ടിട്ട് ഞാൻ രൂപാന്തരപ്പെട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മാറ്റം വന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കുടുംബത്തിലൊരു സ്വസ്ഥതയുണ്ടോ? കുടുംബ ജീവിതത്തിലൊരു സമാധാനമുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഭാര്യയും ഭർത്താവുമായുള്ള ജീവിതത്തിൽ ഒരൈക്യമുണ്ടോ? അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം വ്യാപരിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം.
പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വിവാഹ ബന്ധങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അന്ത്യകാല തലമുറയിലാണ് നാം ജീവിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമുക്ക് വായിക്കാം 1 പത്രോസ് 5:6 വാക്യം നമുക്ക് വായിക്കാം. പത്രോസ്ലിഹായുടെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മെ ഉയർത്തുവാൻ കഴിവുള്ളവൻ യേശുവാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉയരണമോ? അതിന് ഒരേ ഒരു വഴിയുള്ളൂ. ദൈവത്തിന്റെ കൈക്കീഴ് നാം താണിരിക്കണം. നാം നമ്മെ തന്നെ കണ്ടെത്തണം. ദൈവമേ, എന്നെ കഴുകണമേ എന്ന് നാം നിരന്തോറും പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൈക്കീഴ് താണിരിപ്പീൻ. വായിച്ചോ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ കൈക്കീഴ് താണിരുന്ന് നമ്മുടെ ആകുലങ്ങള്, നമ്മുടെ ഭാരവിഷയങ്ങള്, നമ്മുടെ വേദനാ വിഷയങ്ങള്, നമ്മെ അലട്ടുന്ന പാപത്തിന്റെ പ്രലോഭനങ്ങള്, പ്രിയപ്പെട്ടവരെ, ഒരടി പോലും നമ്മെ മുമ്പോട്ട് വിടാതെ നമ്മെ പുറകോട്ട് വലിക്കുന്ന ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങള്, നാം പരാജയപ്പെട്ടു പോകുന്ന വിഷയങ്ങള്, അതെല്ലാം കുരിശിന്റെ ചുവട്ടിൽ ഇറക്കി വെച്ച് നാം താണിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ആത്മീയമായ നിഗളമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാകുന്നതെന്നല്ല. ആത്മീയ നിഗളം, പ്രിയപ്പെട്ടവരെ, അത് ആർക്കാണ് വരുന്നത്? അത് ആത്മീയരെന്ന് പറയുന്നവർക്കാണ്, അല്ലെങ്കിൽ ആത്മീയതയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ്. നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. എന്താണ് ഈ ആത്മീയ നിഗളം, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലെ ഉന്നത ഭാവമെന്ന്? ഞാൻ എന്ന ഭാവം എനിക്ക് ഏതാണ്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കതിനൊക്കെയുള്ള യോഗ്യതയുണ്ട്, ഞാൻ മറ്റുള്ളവരെക്കാൾ ഭേദമാണെന്നുള്ള ഒരു ചിന്തയാണ് ആത്മീയ നിഗളം. വായിക്കാം. പരീശൻ നിന്നുകൊണ്ട് തന്നോട് രണ്ടുപേര് ദൈവാലയത്തില് പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുകയാണ്. പരീശനും ചുങ്കക്കാരനും. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അവൻ്റെ പ്രാർത്ഥനാ വിഷയം എന്താണ്? അവൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെന്നല്ല, പിന്നെയോ എൻ്റെ അടുക്കൽ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ ഒന്നും അല്ല ദൈവമേ ഞാൻ. എനിക്ക് പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, ഞാൻ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്നവനാണ്. അതാണ് ആ ചുങ്കക്കാരനെ നോക്കി ആ പരീശൻ പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഞാൻ മറ്റുള്ളവരെക്കാൾ ഭേദമാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയേക്കാൾ ഭേദമാണ്, ഞാൻ വചനം പറയുന്നവരെക്കാൾ ഭേദമാണ്, കൂട്ടായ്മയിൽ പല ശുശ്രൂഷ ചെയ്യുന്നവരെക്കാൾ ഭേദമാണ്, ഇങ്ങനെയൊക്കെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന എനിക്ക് അനേകം നന്മകളുണ്ട് എന്ന് സ്വയം അഭിമാനിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് ആത്മീയ നിഗളം. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്താൻ കഴിയാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തുകയും എനിക്കുള്ള നന്മകൾ ദൈവസന്നിധിയിൽ എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. താഴ്ത്തു വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആ പരീശൻ വന്നതുപോലെ തന്നെ അവൻ മടങ്ങിപ്പോയി എന്ന്. എന്നാൽ ആ ചുങ്കക്കാരനോ, അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി. ദൈവമക്കളെ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ മനുഷ്യൻ്റെ യോഗ്യതകളൊന്നും വേണ്ട. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ ഒരു തടസ്സവുമില്ല. ഏത് സമയത്തും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം മനുഷ്യന്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യന് മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും കടന്നു വരാം, ഏത് പാപിക്കും കടന്നു വരാം, ഏത് കഠോര പാപം ചെയ്തവനും കടന്നു വരാം, എത്ര അധർമ്മങ്ങളും അനീതിയും പ്രവർത്തിച്ചവനും കടന്നു വരാം, കൊള്ളിവയ്പും കൊലപാതകങ്ങൾ നടത്തിയവനും കടന്നു വരാം, ഭവന വേദനകൾ നടത്തിയവനും കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്ക് പാപിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കൃപായുഗത്തിലാണ് നാം ജീവിക്കുന്നത്. എന്താണ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാനുള്ള യോഗ്യത? വായിക്കാം. മകൻ അവനോട്, അപ്പാ,
ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ദൈവത്തിന് സ്തോത്രം. ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരപ്പന്റെ 2 മക്കളില് ഒരു മകൻ അപ്പനിൽ നിന്ന് അവകാശമെല്ലാം വാങ്ങി വളരെ ദൂരദേശത്ത് പാർത്ത് നാളുകൾ കഴിഞ്ഞ് അവൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന രംഗമാണ് അവിടെ വായിച്ചു കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ അപ്പൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആ മകൻ അപ്പനോട് പറയുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ആ മകൻ യഥാർത്ഥമായ അനുതാപത്തോടും പാപബോധത്തോടും എനിക്കിനി അപ്പൻ്റെ വീട്ടിൽ പാർക്കാനുള്ള യോഗ്യതയില്ല എന്നും അപ്പൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ അർഹനല്ല എന്നുമുള്ള ആ വലിയ ഉൾബോധ്യത്തോടെയാണ് അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. വായിക്കാം. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല ഇനി എന്ന് നിന്റെ പറഞ്ഞു. മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ പറയുന്നുണ്ട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി എന്ന്. യോഗ്യതയൊന്നും പറഞ്ഞുകൊണ്ടല്ല വന്നത്, നന്മയൊന്നും പറഞ്ഞുകൊണ്ടല്ല വന്നത്. ഒറ്റ കാര്യമേ അവന് പറയാനുള്ളൂ. ആ ഒറ്റ കാര്യം പറഞ്ഞാൽ മാത്രമേ പിതാവിൻ്റെ ഭവനത്തിൽ അവന് സ്വീകരണം കിട്ടുകയുള്ളൂ. എന്ത്? ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി എന്ന്. നീതിയൊന്നും പറയാനില്ല, നന്മയൊന്നും പറയാനില്ല. ദൈവമക്കളെ, നാളുകളായി, വർഷങ്ങളായി ആ അപ്പൻ കാത്തിരിക്കുകയാണ് എൻ്റെ മകൻ മടങ്ങി വരാൻ. അവൻ ഉടുപ്പ്, ചെരുപ്പ്, മോതിരം എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പൻ. ദൈവമക്കളെ, നാളുകളായി കാത്തിരുന്ന, ആവലോടെ നോക്കിയിരുന്ന ആ അപ്പൻ്റെ അരികിലേക്കാണ് ഒരു പ്രഭാതത്തിൽ ആ മകൻ വന്ന് പറഞ്ഞത്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന്, എനിക്കതിനുള്ള അർഹതയില്ല എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ അരികിലേക്ക് വരാൻ മറ്റുള്ള യോഗ്യതയൊന്നും വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, സമ്പത്ത് വേണ്ട, സൗന്ദര്യം വേണ്ട, പാരമ്പര്യം വേണ്ട. ഒന്ന് മതി. ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി എന്ന്. ദൈവമേ, ഞാനൊരു പാപിയാണെന്ന്. കർത്താവേ, ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണെന്ന്. അപ്പൻ്റെ സന്തോഷം, അപ്പൻ്റെ ഭവനത്തിലെ സൗഭാഗ്യങ്ങൾ, അപ്പൻ്റെ സമ്പത്ത് എല്ലാം ഞാൻ ധൂർത്തടിച്ച് കളഞ്ഞ ഒരു ധൂർത്തപുത്രനായി പോയി. എനിക്കൊന്നും തിരിച്ചു കൊണ്ടുവരുവാനില്ല, അപ്പം മടക്കി തരാനൊന്നുമില്ല. എന്നാൽ തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തോടെ, ദൈവമേ, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഞാനൊരു പാപിയാണെന്നുള്ള അനുതാപത്തിൻ്റെ വാക്കുകളോടെ അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്ന ആ മകനെ അപ്പൻ ആലിംഗനം ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്. ദൈവമക്കളെ, ആ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, അവൻ വന്നത് എവിടുന്നാ? പന്നികളുടെ കൂട്ടത്തിൽ നിന്നാണ്, പന്നി മേയ്ക്കുന്ന ജോലിയിൽ നിന്നാണ്. ഒരുപക്ഷെ അവന് പന്നിയുടെ ദുർഗന്ധം കാണും, അവന് വേണ്ടതുപോലെ നല്ല വസ്ത്രമൊന്നും കാണുകയില്ല. ചിലപ്പോൾ നാളുകളായി കാണും അവൻ കുളിച്ചിട്ട്. എന്നാൽ ആ അവസ്ഥയിൽ ആ അപ്പനവനെ സ്വീകരിച്ചു, അപ്പനവനെ സ്നേഹിച്ചു, അപ്പനവനെ ആലിംഗനം ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന സ്വർഗത്തിൻ്റെ സ്നേഹം. നാം ഇന്ന് പാപത്തിൻ്റെ കുഴിയിലാണെങ്കിലും, നാം ഇന്ന് പിശാചിൻ്റെ പിടിയിലാണെങ്കിലും, നാം ഇന്ന് അശുദ്ധിയുടെ ബന്ധനത്തിലാണെങ്കിലും, നാം ഇന്ന് മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങളാണെങ്കിലും, അല്ല, നാം ഇന്ന് ഒരുപക്ഷെ സഹോദരി അന്യപുരുഷന്മാരുടെ ബന്ധനത്തിലാണെങ്കിലും, യൗവനക്കാരാ, നീ ചില യൗവനക്കാരികളെ വലയത്തിൽ പെട്ടുപോയിരിക്കുകയാണെങ്കിലും, നിന്റെ ജീവിതം ലഹരിക്കും മദ്യത്തിനും അശുദ്ധിക്കുമെല്ലാം അടിമപ്പെട്ട് തകർന്നു പോയതാണെങ്കിലും, യൗവനക്കാരാ, നിന്നെ വഴി നോക്കിയിരിക്കുന്ന, വഴിക്കണ്ണുകളോടെ നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്നേഹമുള്ള അപ്പനുണ്ട്. അവനാണ് സ്വർഗത്തിലെ ദൈവം. അവനാണ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു. അവൻ നിന്നെ മാടി വിളിക്കുകയാണ്. ഈ തിരുവചനം കേൾക്കുന്നവരെ, യേശു നിങ്ങളെ മാടി വിളിക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹം നിങ്ങളെ ആകർഷിക്കുകയാണ്. കുരിശിൻ്റെ അരികിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്ക് പാപബോധമുണ്ട്? ആർക്ക് അനുതാപമുണ്ട്? തെറ്റിപ്പോയി എന്ന്, അപ്പൻ്റെ വീട് വിട്ടുപോയി എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മടങ്ങി വരാം. അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.